ഞാനൊരു മുട്ടക്കറി ഉണ്ടാക്കുകയാണ് കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കുകയാണ് കേട്ടോ ഇത് ചെയ്യുന്നത്. എല്ലാവർക്കും സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ പരിപാടിയാണ് കേട്ടോ. അപ്പോൾ പത്തിരിക്കും ഓട്ടടക്കും പിന്നെ ദോശക്കൊക്കെ പറ്റിയതാണ്. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും കേട്ടോ. ഇത് ഉണ്ടാക്കിയാൽ കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഒന്ന് ഉണ്ടാക്കി നോക്കിയാൽ ആദ്യം വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം കടുക് ഇടുക. പിന്നെ കറിവേപ്പില, മുളക് ഇട്ടോ. മുളക് ഇത് നല്ലോണം വഴറ്റിയെടുക്കുക. ഇതിൻ്റെ ഒരു പച്ചച്ചോവ ബോളൊന്ന് വഴറ്റുക. അതിന് ശേഷം പിന്നെ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് ഇടേണ്ടത്. അപ്പോൾ ഇതിങ്ങനെ വഴറ്റിയതിന് ശേഷം മഞ്ഞൾപ്പൊടി അത്യാവശ്യം ഇടുക കേട്ടോ. ഒരു സ്പൂണ് കുറച്ചും കൂടി നമ്മളൊരു കളറിനനുസരിച്ച് ഇടുക. ഒരു മഞ്ഞ കളർ വരാനുള്ള രീതിക്കാണ് കേട്ടോ അത് ഇടുന്നത്. പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ടാൽ വേറെ ടേസ്റ്റുമാണ്. അപ്പോൾ അങ്ങനെ ഇട്ടതിന് ശേഷം ഞാൻ അരച്ച തേങ്ങയാണ് കേട്ടോ അതിലേക്ക് പാരുന്നത്. ഇത്രയ്ക്ക് എളുപ്പമാണ്, ഒരു പണിയില്ലാത്തൊരു ഇതാണ് കേട്ടത്. അപ്പോൾ പിന്നെ തേങ്ങ ഇതാക്കിയിട്ട് അരച്ച തേങ്ങ ഒന്ന് ഇങ്ങനെ വഴറ്റി ഇതാക്കുകയാണ്. പിന്നെ അതിന് തേങ്ങൻ്റെ തന്നെ കഴുകിയ ഇതാണ് ഇട്ടെടുക്കുന്നത്. അതിൻ്റെ ബാക്കി വെള്ളം പാർന്നിട്ട് ഇതേപോലെ വഴറ്റി കൊടുക്കുക. പിന്നെ നമുക്ക് ആവശ്യത്തിന് വെള്ളം ഉപയോഗിക്കട്ടെ, ഒരുപാട് പാരണ്ട. അപ്പോൾ അതിൻ്റെ ആ ഒരു കുറുകൽ പോയി പോകും. കറിയാവുമ്പം കുറച്ചൊരിത് വേണമല്ലോ. ഇത് അധികം നേരം തിളപ്പിക്കാനും പറ്റൂല തേങ്ങായിനെ കൊണ്ട്. അപ്പോൾ പിന്നെ അതിലേക്ക് അത്യാവശ്യം വെള്ളമൊക്കെ പാർന്നിട്ട് അതിലേക്ക് അത്യാവശ്യത്തിന് നമ്മൾ ഉപ്പിടുക, പാകത്തിന് ഉപ്പിടുക. ഉപ്പ് ഇട്ടപ്പോൾ കുറച്ചും കൂടി വേണം തോന്നിയപ്പോൾ കുറച്ചും കൂടി ഇട്ടതാണ് കേട്ടോ. എന്നിട്ട് അങ്ങനെ നമ്മൾ ഇതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം പിന്നെ നല്ലപോലെ ഇളക്കി കൊടുക്കുക. ശേഷം 2 മുട്ട വീട്ടിലുണ്ടായതാണ് കേട്ടോ, നാടൻ മുട്ടയാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ നല്ലതുമാണ് മുട്ട. നമ്മൾ മുട്ടക്കറിയാകുമ്പോൾ ഇതൊന്നും ഒരു സംഗതി കേടുള്ളതില്ലല്ലോ ഇതിൽ. അപ്പോൾ അതുപോലെ നമ്മൾ എന്ത് ചെയ്യുക, ഇതേപോലെ പിന്നെ വേവിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ കുറച്ച് നേരം അടച്ച് വെച്ചിട്ട് അത് വേവിക്കുക. സിമ്മിലിടണേ, ഓവർ ഇതിലിടരുത്. വേവിച്ച് കഴിയുമ്പോൾ ഇതേപോലെ അതിങ്ങനെ വെന്തിട്ട് ഇങ്ങനെ കാണും. വേണ്ടോ നോക്കണം. കുറച്ച് ഞാൻ ഉടച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ഞാൻ മുട്ടക്കറി വെക്കൽ.